പലപ്പോഴും ഹാവെൽസ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും കരുതുന്നത് ഇതൊരു വിദേശ കമ്പനിയാണെന്നാണ്. ജർമ്മനിയിലോ ഇംഗ്ലണ്ടിലോ മറ്റോ വേരുകളുള്ള ഒരു അന്താരാഷ്ട്ര ബ്രാൻഡ്. എന്നാൽ സത്യം അതിലും എത്രയോ അത്ഭുതകരമാണ്. ഇന്ത്യയുടെ മണ്ണിൽ ഡൽഹിയിലെ ഇടുങ്ങിയ തെരുവുകളിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകമെമ്പാടും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു തനി ഇന്ത്യൻ ബ്രാൻഡാണ് ഹാവെൽസ്. വെറും 10,000 രൂപയുമായി പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലെത്തിയ ഒരു സ്കൂൾ അധ്യാപകൻ തകർച്ചയുടെ വക്കിലായിരുന്ന ഒരു കമ്പനിയെ ഏറ്റെടുത്ത് അതിനെ കോടികൾ ആസ്തിയുള്ള ഒരു സാമ്രാജ്യമാക്കി മാറ്റിയ കഥയാണിത്. ഇത് കീമത് റായ് ഗുപ്തയുടെയും ഹാവെൽസ് എന്ന പേരിന് പിന്നിലെ ഹവേലി റാം ഗാന്ധിയുടെയും കഥയാണ്. ഈ കഥയുടെ ആരംഭം കീമത് റായ് ഗുപ്തയിൽ നിന്നല്ല, മറിച്ച് ഹവേലി റാം ഗാന്ധി എന്ന മറ്റൊരു വ്യവസായിയിൽ നിന്നാണ് തുടങ്ങുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഡൽഹി കേന്ദ്രീകരിച്ച് ഇലക്ട്രിക്കൽ ബിസിനസ് നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഹവേലി റാം. സ്വിച്ചുകളും മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും അദ്ദേഹം വിറ്റിരുന്നു. തന്റെ പേരായ ഹവേലി, ഇലക്ട്രിക്കൽസ് എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്താണ് അദ്ദേഹം തന്റെ ബ്രാൻഡിന് ഹാവെൽസ് എന്ന് പേരിട്ടത്. കേൾക്കുമ്പോൾ ഒരു വിദേശ കമ്പനിയാണെന്ന് തോന്നുന്ന ഈ പേര് അക്കാലത്ത് വലിയൊരു വിപണന തന്ത്രമായിരുന്നു. വിദേശ സാധനങ്ങളോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ഭ്രമം അദ്ദേഹം കൃത്യമായി മുതലെടുത്തു. അങ്ങനെ ഡൽഹിയിലെ വിപണിയിൽ ഹാവെൽസ് സ്വിച്ചുകൾക്ക് നല്ല ഡിമാൻഡുണ്ടായി. എന്നാൽ വിധി ഹവേലി റാമിനെ കാത്തിരുന്നത് മറ്റൊരു രൂപത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അപ്രതീക്ഷിത മരണം അദ്ദേഹത്തെ മാനസികമായി തളർത്തി. ആ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഏക മകൻ ആത്മഹത്യ ചെയ്തതോടെ ഹവേലി റാം പൂർണ്ണമായും തകർന്നുപോയി. ബിസിനസ്സിലുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ട അദ്ദേഹം കടുത്ത വിഷാദത്തിലേക്ക് വഴുതി വീണു. ഒരിക്കൽ മികച്ച ലാഭത്തിലായിരുന്ന ഹാവെൽസ് കമ്പനി പതിയെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഒടുവിൽ ബിസിനസ് വിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതേ സമയത്താണ് പഞ്ചാബിലെ മലേർകോട്ട്ല എന്ന സ്ഥലത്ത് നിന്ന് കീമത് റായ് ഗുപ്ത എന്ന യുവാവ് ഡൽഹിയിലെത്തുന്നത്. 1937 ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കീമത് റായ് തന്റെ ഗ്രാമത്തിൽ ഒരു സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ ആ ജോലിയിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല. വലിയ സ്വപ്നങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. 1958 തന്റെ 21-ാം വയസ്സിൽ കയ്യിൽ വെറും 10,000 രൂപയുമായി അദ്ദേഹം ഡൽഹിയിലേക്ക് വണ്ടി കയറി. ഡൽഹിയിലെ ഇലക്ട്രിക്കൽ വിപണിയായ ഭഗീരഥ് പാലസിൽ തന്റെ അമ്മാവന്റെ ചെറിയ ഇലക്ട്രിക് കടയിൽ സഹായിയായി അദ്ദേഹം കൂടി. അവിടെ വെച്ചാണ് അദ്ദേഹം ബിസിനസിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. അമ്മാവന്റെ കടയിൽ നിൽക്കുമ്പോഴും സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അമ്മാവനുമായി തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം സ്വന്തമായി ഗുപ്താജി ആൻഡ് കമ്പനി എന്ന പേരിൽ ഒരു ചെറിയ കട തുടങ്ങി. ഇലക്ട്രിക്കൽ സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ട്രേഡിംഗ് ബിസിനസ് ആയിരുന്നു അത്. കീമത് റായ് ഗുപ്തയുടെ ജീവിതത്തിലെയും ഹാവെൽസിന്റെ ചരിത്രത്തിലെയും ഏറ്റവും നിർണായകമായ നിമിഷം വന്നെത്തിയത് 1971-ലാണ്. ഹവേലി റാം ഗാന്ധി തന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന ഹാവെൽസ് ബ്രാൻഡ് വിൽക്കാൻ പോകുന്നു എന്ന വാർത്ത കീമത് റായ് അറിഞ്ഞു. ഹാവെൽസ് ബ്രാൻഡിന്റെ വിതരണക്കാരിൽ ഒരാളായിരുന്നു അന്ന് കീമത് റായ്. ആ ബ്രാൻഡിന് വിപണിയിലുള്ള മതിപ്പ് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങി അത് ജനങ്ങളിൽ എത്തിക്കാൻ വർഷങ്ങളെടുക്കും. എന്നാൽ ഹാവെൽസ് എന്ന പേരിന് ഇതിനകം തന്നെ വിപണിയിൽ സ്ഥാനമുണ്ട്. അങ്ങനെ അദ്ദേഹം ഹവേലി റാമിനെ സമീപിച്ചു. 7 ലക്ഷം രൂപയായിരുന്നു ഹവേലി റാം ആവശ്യപ്പെട്ടത്. 1971 കാലഘട്ടത്തിൽ 7 ലക്ഷം എന്നത് ഇന്നത്തെ കോടികൾക്ക് തുല്യമായ വലിയൊരു തുകയാണ്. കീമത് റായിയുടെ കൈവശം അത്രയും പണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ അവസരം നഷ്ടപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പണം കടം വാങ്ങി അദ്ദേഹം ആ തുക തികച്ചു. അങ്ങനെ 1971 7 ലക്ഷം രൂപയ്ക്ക് കീമത് റായ് ഗുപ്ത ഹാവെൽസ് എന്ന ബ്രാൻഡ് സ്വന്തമാക്കി. പലരും അദ്ദേഹത്തെ പരിഹസിച്ചു. തകർന്നടിഞ്ഞ ഒരു കമ്പനിക്ക് വേണ്ടി ഇത്രയും പണം മുടക്കുന്നത് മണ്ടത്തരമാണ് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കീമത് റായിയുടെ മനസ്സിൽ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ബ്രാൻഡ് ഏറ്റെടുത്ത ശേഷം കീമത് റായ് വെറുതെ ഇരുന്നില്ല. അതുവരെ മറ്റുള്ളവർ ഉണ്ടാക്കിയ സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ട്രേഡിംഗ് രീതിയായിരുന്നു അദ്ദേഹം പിന്തുടർന്നിരുന്നത്. എന്നാൽ സ്വന്തമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചാൽ മാത്രമേ വലിയ ലാഭം നേടാനാവൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. 1976 ഡൽഹിയിലെ കീർത്തി നഗറിൽ അദ്ദേഹം ഹാവെൽസിന്റെ ആദ്യത്തെ നിർമ്മാണ പ്ലാന്റ് ആരംഭിച്ചു. റീവയറബിൾ സ്വിച്ചുകളും ചേഞ്ച് ഓവർ സ്വിച്ചുകളുമായിരുന്നു ആദ്യത്തെ ഉൽപ്പന്നങ്ങൾ. ഗുണനിലവാരത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങളെ പോലെ വില കുറച്ച് വിൽക്കുന്നതിന് പകരം മികച്ച സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് വിൽക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നയം. ഇക്കാലയളവിൽ ആഗോള ഭീമന്മാരായ സീമെൻസ്, ABB തുടങ്ങിയ കമ്പനികൾ ഇന്ത്യയിൽ ശക്തമായിരുന്നു. അവരോട് മത്സരിക്കാൻ ഹാവെൽസിന് പുതിയ സാങ്കേതിക വിദ്യ ആവശ്യമായിരുന്നു. ഇതിനായി അദ്ദേഹം ജർമ്മൻ കമ്പനിയായ ഗെയറുമായി കൂട്ടുചേർന്നു. ഇന്ത്യയിൽ ആദ്യമായി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറുകൾ MCB നിർമ്മിക്കാൻ തുടങ്ങിയത് ഈ കൂട്ടുകെട്ടിലൂടെയാണ്. വീടുകളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ഫ്യൂസ് ഉരുകുന്നതിന് പകരം ട്രിപ്പായി പോകുന്ന സ്വിച്ചുകൾ അക്കാലത്ത് ഒരു വലിയ വിപ്ലവമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഹാവെൽസ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറി. കേബിളുകൾ, ഫാനുകൾ, ലൈറ്റുകൾ, ഗൃഹോപകരണങ്ങൾ എന്നിങ്ങനെ എല്ലാ മേഖലകളിലേക്കും അവർ ബിസിനസ് വ്യാപിപ്പിച്ചു. 2007 ആയപ്പോഴേക്കും കീമത് റായ് ഗുപ്തയുടെ മകൻ അനിൽ റായ് ഗുപ്തയും ബിസിനസ്സിൽ സജീവമായി. 2007 ഹാവെൽസ് ഒരു വലിയ തീരുമാനമെടുത്തു. ലോക പ്രശസ്തമായ ജർമ്മൻ ലൈറ്റിംഗ് കമ്പനിയായ സിൽവാനിയയെ ഏറ്റെടുക്കുക. അന്ന് ഹാവെൽസിനേക്കാൾ 1.5 ഇരട്ടി വലിപ്പമുള്ള കമ്പനിയായിരുന്നു സിൽവാനിയ.
ഏകദേശം 980 കോടി രൂപയായിരുന്നു വില. ഒരു ചെറിയ ഇന്ത്യൻ കമ്പനി തങ്ങളെക്കാൾ വലിയൊരു ആഗോള ഭീമനെ വിഴുങ്ങാൻ പോകുന്നു. സാമ്പത്തിക വിദഗ്ധർ ഇതിനെ ആത്മഹത്യാപരം എന്ന് വിശേഷിപ്പിച്ചു. ഹാവൽസിന്റെ ഓഹരി വിലകൾ ഇടിഞ്ഞു. പക്ഷേ കീമത് റായ് ഗുപ്ത കുലുങ്ങിയില്ല. ലോകത്തെ 50-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള സിൽവാനിയയെ സ്വന്തമാക്കുന്നതോടെ ഹാവൽസ് ഒരു ആഗോള ബ്രാൻഡായി മാറുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. പക്ഷേ വിധി വീണ്ടും വില്ലനായി. സിൽവാനിയയെ ഏറ്റെടുത്ത് മാസങ്ങൾക്കുള്ളിൽ 2008-ലെ ആഗോള സാമ്പത്തിക മാന്ദ്യം, ഗ്ലോബൽ റിസഷൻ ലോകത്തെ പിടിച്ചുകുലുക്കി. യൂറോപ്പിലെയും അമേരിക്കയിലെയും വിപണികൾ തകർന്നു. സിൽവാനിയ വലിയ നഷ്ടത്തിലായി. ഹാവൽസിന്റെ ലാഭം മുഴുവൻ സിൽവാനിയയുടെ നഷ്ടം നികത്താൻ ഉപയോഗിക്കേണ്ടി വന്നു. വായ്പ നൽകിയ ബാങ്കുകൾ പണം തിരികെ ചോദിച്ചു തുടങ്ങി. സിൽവാനിയയെ വിറ്റ് ഒഴിവാക്കൂ, അല്ലെങ്കിൽ ഹാവൽസ് കൂടി തകരുമെന്ന് ഉപദേശകർ മുന്നറിയിപ്പ് നൽകി. പലരും കീമത് റായിയെ കുറ്റപ്പെടുത്തി. എന്നാൽ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം മകൻ അനിലിനോട് പറഞ്ഞു, നമ്മൾ ഇത് ശരിയാക്കും, സിൽവാനിയയെ നമ്മൾ ലാഭത്തിലാക്കും. അടുത്ത 18 മാസങ്ങൾ ഹാവൽസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമായിരുന്നു. കീമത് റായിയും മകൻ അനിലും ചേർന്ന് ഫീനിക്സ് എന്ന പേരിൽ ഒരു തിരിച്ചുവരവ് പദ്ധതി തയ്യാറാക്കി. യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ലാഭകരമല്ലാത്ത ഫാക്ടറികൾ അവർ പൂട്ടി. ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു. ഇത് വേദനാജനകമായിരുന്നുവെങ്കിലും കമ്പനിയുടെ നിലനിൽപ്പിന് ഇത് അനിവാര്യമായിരുന്നു. ഉൽപാദനം ചെലവ് കൂടിയ യൂറോപ്പിൽ നിന്ന് ചിലവ് കുറഞ്ഞ ഇന്ത്യയിലെ ഫാക്ടറികളിലേക്ക് മാറ്റി. സിൽവാനിയയുടെ പഴയ മാനേജ്മെന്റിനെ മാറ്റി ഹാവൽസിന്റെ രീതികൾ അവിടെ നടപ്പിലാക്കി. ഈ തന്ത്രങ്ങൾ ഫലം കണ്ടു. 2010 ആയപ്പോഴേക്കും സിൽവാനിയ ലാഭത്തിലേക്ക് തിരിച്ചെത്തി. ഹാവൽസിന്റെ ഓഹരി വില കുതിച്ചുയർന്നു. നഷ്ടത്തിൽ നിന്ന് കരകയറിയെന്ന് മാത്രമല്ല, സിൽവാനിയയിലൂടെ ഹാവൽസ് ലോകത്തിലെ മുൻനിര ലൈറ്റിംഗ് കമ്പനികളിൽ ഒന്നായി മാറി. ഇന്ത്യൻ മാനേജ്മെന്റ് പാടവം ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഒരു സംഭവമായിരുന്നു ഇത്. 2014 നവംബറിൽ ഹാവൽസ് അതിന്റെ പ്രതാപത്തിൽ നിൽക്കുമ്പോൾ 77-ാം വയസ്സിൽ കീമത് റായ് ഗുപ്ത അന്തരിച്ചു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. വെറും 10,000 രൂപയുമായി വന്ന് $1 ബില്യൺ ആസ്തിയുള്ള ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്താണ് അദ്ദേഹം മടങ്ങിയത്. മരണത്തിന് ശേഷം മകൻ അനിൽ റായ് ഗുപ്ത കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. പിതാവ് കാണിച്ചു തന്ന പാതയിലൂടെ അദ്ദേഹം കമ്പനിയെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചു. 2017-ൽ ലോയിഡ് എന്ന കൺസ്യൂമർ ഡ്യൂറബിൾസ് കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ട് AC, TV, വാഷിംഗ് മെഷീൻ വിപണിയിലേക്കും ഹാവൽസ് ചുവടുവെച്ചു. ഇന്ന് ഹാവൽസ് വെറും ഒരു കമ്പനിയല്ല, ഇന്ത്യയുടെ അഭിമാനമാണ്. സ്വിച്ചുകൾ മുതൽ ഫാനുകൾ, കേബിളുകൾ, LED ലൈറ്റുകൾ, AC, വാട്ടർ ഹീറ്റർ, മിക്സി തുടങ്ങിയ അടുക്കള ഉപകരണങ്ങൾ വരെ അവർ നിർമ്മിച്ചു വിൽക്കുന്നു. 50-ലധികം രാജ്യങ്ങളിൽ ഹാവൽസ് ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നു. മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കാതെ 90% ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു. ഹാവൽസിന്റെയും കീമത് റായ് ഗുപ്തയുടെയും കഥ നമുക്ക് നൽകുന്ന ചില വലിയ പാഠങ്ങളുണ്ട്. റിസ്ക് എടുക്കാനുള്ള ധൈര്യം. കയ്യിൽ പണമില്ലായിരുന്നിട്ടും 7 ലക്ഷം രൂപയ്ക്ക് ബ്രാൻഡ് വാങ്ങാനും സ്വന്തം കമ്പനിയേക്കാൾ വലിയ സിൽവാനിയയെ ഏറ്റെടുക്കാനും അദ്ദേഹം കാണിച്ച ധൈര്യമാണ് വിജയത്തിന്റെ അടിസ്ഥാനം. വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്നതിന് പകരം ഗുണമേന്മയുള്ള സാധനങ്ങൾ വിൽക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അത് ഉപഭോക്താക്കളുടെ വിശ്വാസം നേടി. 2008-ൽ എല്ലാവരും കൈവിട്ടപ്പോഴും സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പോരാടാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹവേലി റാം എന്ന മനുഷ്യന്റെ പേരിൽ തുടങ്ങി കീമത് റായ് ഗുപ്ത എന്ന മനുഷ്യന്റെ ഇച്ഛാശക്തിയിലൂടെ വളർന്ന ഹാവൽസ് ഒരു ഇന്ത്യൻ ബ്രാൻഡിന് ലോകത്തെ വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. തകർച്ചയുടെ വക്കിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഈ കഥ ഏതൊരു സംരംഭകനും ആവേശം നൽകുന്ന ഒന്നാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.